മലബാർ മേഖല ശ്രീ മുത്തപ്പൻ സേവാ സമിതി മൂന്നാം വാർഷികാഘോഷം ഞായറാഴ്ച പെരിങ്ങോത്ത് നടക്കും. This news brought to by സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. മലബാർ മേഖല ശ്രീ മുത്തപ്പൻ സേവാ സമിതി മൂന്നാം വാർഷികാഘോഷം ഞായറാഴ്ച പെരിങ്ങോം കൊരങ്ങാട് മുത്തപ്പൻ മടപ്പുരയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. സേവാസമിതി പ്രസിഡന്റ് പ്രവീൺ ആൽമടയിൽ അധ്യക്ഷത വഹിക്കും. പെരിങ്ങോം വൈക്കല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ, വത്സൻ പിലിക്കോഴ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഞങ്ങൾ സംഘടന രൂപീകൃതമായിട്ട് കേവലം 2 വർഷം കഴിഞ്ഞ് 3-ാം വർഷം പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ്. ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് വാർഷിക സമ്മേളനം ഇപ്രാവശ്യം പെരിങ്ങോം കൊരങ്ങാട് ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യ സമ്മേളനം പയ്യന്നൂർ മൂരിക്കോൽ ശ്രീ മുത്തപ്പൻ മടപ്പുര ദേവസ്ഥാനത്തിൽ വെച്ച് ബഹുമാനായ ശ്രീ വിജിൽ MLA ഉദ്ഘാടനം ചെയ്ത് നടത്തപ്പെടുകയുണ്ടായി. 2ാം സമ്മേളനം പരിയാരം മുത്തപ്പൻ മടപ്പുരയിൽ വെച്ച് ബഹുമാനായ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവരുടെ അവരാണ് ഉദ്ഘാടനം ചെയ്ത് പരിപാടി നടത്തിയത്. ഈ 3ാമത്തെ സമ്മേളനം നമ്മുടെ ഏവർക്കും പരിചിതനായ നമ്മുടെ പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവர்களാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. കാര്യപരിപാടിയുടെ ഒരു നോട്ടീസ് ഞങ്ങൾക്ക് ഇവിടെ തരുന്നതുകൊണ്ട് അക്കാര്യപ്പറ്റി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമ്മുടെ സംഘടനയുടെ പ്രവർത്തനം കോഴിക്കോട് ജില്ലയുടെ പകുതി ഭാഗവും കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെടുന്ന ഈ 3 ജില്ലകളിൽ ഉൾപ്പെടുത്തിയാണ് ഈ സംഘടനയുടെ പ്രവർത്തന പരിധി ഉള്ളത്. മടയന്മാരുടെയും ആൾമടയന്മാരുടെയും കൽസക്കാരന്മാരുടെയും ഒരു സംഘടനയാണ് ഈ മലബാർ മേഖല ശ്രീ മുത്തപ്പൻ സേവാ സമിതി. പൊതുവെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന നമ്മുടെ ആചാരക്കാർക്ക് അവർക്കും അവരുടെ കുടുംബത്തിനും അവരുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് നമ്മുടെ ഈ സംഘടനയുടെ മുഖ്യമായ ലക്ഷ്യം. 1 വർഷം മുമ്പേ പരിയാരത്ത് ഈ രമേശൻ മടയൻ മരണപ്പെടുകയുണ്ടായി. നമ്മൾ സംഘടനയും അതുപോലെ മറ്റ് നമ്മുടെ പരിധിയിൽ വരുന്ന മടപ്പുരകളെയും കുടിക്കളങ്ങളെയും സമീപിച്ചുകൊണ്ട് 1 ലക്ഷത്തിലധികം രൂപ ആ കുടുംബത്തിൽ സഹായിക്കാൻ ഞങ്ങൾ സാധിച്ചു എന്നത് ഞങ്ങൾക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മടയന്മാർ, ആൾമടയന്മാർ, കൽച്ചക്കാരന്മാർ എന്നിവർക്ക് അവരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മുടെ മുഖ്യമായ ലക്ഷ്യം. അവർക്ക് മാത്രമല്ല കോലധാരികൾക്ക് വരെ ഞങ്ങൾ സഹായം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളുടെ സാമ്പത്തിക സ്രോതസ് ഞങ്ങൾ തമ്മിലുള്ള പരിമിതമാണ്. ചെറിയ പുതിയ കാര്യങ്ങൾ കൂടിയെന്ന് പറയാൻ പാടില്ല. മ്യൂച്വൽ ഫണ്ട് എന്ന സാധാരണ സൂചിപ്പിക്കാറുണ്ട്. നടത്തി അതിൽ നിന്ന് ഉണ്ടാകുന്ന സാമ്പത്തിക സമാഹരണം കൊണ്ടാണ് മിക്ക കുടുംബങ്ങളെയും നമ്മുടെ ആചാരക്കാരെയും നമ്മൾ സഹായിച്ചു വരുന്നത്. നമ്മുടെ മുത്തപ്പൻ മടപ്പുരകളുടെ ആചാരക്കാർക്ക് മാത്രമാണ് ഗവൺമെന്റിൽ നിന്ന് യാതൊരു ആനുകൂല്യവും ലഭിക്കാത്തത്. മറ്റ് ക്ഷേത്രങ്ങളിലെ ആചാരക്കാർക്ക് ബഹുമാന്യനായ ശ്രീ KC വേണുഗോപാൽ മന്ത്രിയായിരിക്കുമ്പോൾ മറ്റ് ക്ഷേത്രങ്ങളിലെ ആചാരക്കാർക്ക് വേതനം നൽകാനുള്ള തീരുമാനമുണ്ടായി. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചോളം പലതവണ നമ്മൾ ഇതിനുവേണ്ടി പ്രവർത്തിച്ചെങ്കിലും അനുകൂലമായ ഒരു തീരുമാനം ഇതുവരെ ഗവൺമെന്റിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല.
അതിൻ്റെ പ്രവർത്തനവുമായി ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ വാർഷിക സമ്മേളനമാണ് കൊരങ്ങാട് മഠത്തിൽ. ആ സമ്മേളനത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള വാർത്താ സമ്മേളനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങളെ സെക്രട്ടറി വിശദീകരിച്ചു. അപ്പോൾ നമ്മുടെ പരിപാടി വളരെ ഭംഗിയായി അതിഗംഭീരമായി നടത്താനെല്ലാം എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൊരങ്ങാട് മഠപുര സെക്രട്ടറി കൂടിയാണ്. ആ കാര്യപരിപാടികളൊന്ന് വിശദീകരിച്ചാൽ നല്ലതായിരിക്കും. പ്രസിഡന്റ് പത്തുപത്തിരിക്കൽ ശ്രീ തൊഴിൽ രാവുമടയൻ, കരുണാകരൻ ആൾമടയൻ, കൊരങ്ങാട് മഠപ്പുര. പ്രാർത്ഥന സ്വാഗതം കരിപ്പിരി ബാലൻ മടയൻ, മലബാർ മേഖല ശ്രീ മുത്തപ്പൻ സേവാസമിതി സെക്രട്ടറി. അധ്യക്ഷൻ ശ്രീ എ പ്രവീൺ ആൾമടയൻ, മലബാർ മേഖല ശ്രീ മുത്തപ്പൻ സേവാസമിതി പ്രസിഡന്റ്. ഉദ്ഘാടനം വകുപ്പ് പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അവർ. ആദരിക്കൽ PM ഉണ്ണികൃഷ്ണൻ, പെരിങ്ങോം പഞ്ചായത്ത് പ്രസിഡന്റ്. ഐഡന്റി കാർഡ് വിതരണം ശ്രീ P കൃഷ്ണൻ, പ്രസിഡന്റ് കൊരങ്ങാട് മഠപ്പുര. മുഖ്യ പ്രഭാഷണം ശ്രീ വത്സൻ പിരിക്കോട്. ആശീർവാദ വിതരണം ശ്രീ ഷജീർ ഇക്ബാൽ, 16 വാർഡ് മെമ്പർ. ശ്രീ M രവീന്ദ്രൻ, K രവീന്ദ്രൻ, 13 വാർഡ് മെമ്പർ. ശ്രീ രാജൻ പെരിയ, മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി. വിനോദ് തുരുത്തി, ജനറൽ സെക്രട്ടറി, സ്ത്രീക്ഷേമ സഭ സംസ്ഥാന കമ്മിറ്റി. മോഹനം പെരുവണ്ണ, വണ്ണാൻ സമുദായ പയ്യന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ്. ശ്രീ കണ്ണം പണിക്കർ ചുണ്ട, മലയർ സമുദായ ഉദ്ധാരണ സംഘം. നന്ദി. ശ്രീ M K മുരളി, സെക്രട്ടറി, കൊരങ്ങാട് ശ്രീ മുത്തപ്പൻ മഠപ്പുര. മലബാർ മേഖല ശ്രീ മുത്തപ്പൻ സേവാസമിതി സെക്രട്ടറി കരിപ്പിരി ബാലൻ, പ്രസിഡന്റ് എ പ്രവീൺ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പുന്നക്കോടൻ നാരായണൻ മടയൻ, കൊരങ്ങാട് മഠപ്പുര ആൾമടയൻ K കരുണാകരൻ, കൊരങ്ങാട് മഠപ്പുര സെക്രട്ടറി M K മുരളി എന്നിവർ കാര്യപരിപാടികൾ വിശദീകരിച്ചു. CC നെറ്റ് ന്യൂസ്, പെരിങ്ങോം. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH pre-entry level accredited and ISO certified hospital. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.